ഇടവേള ബാബു നടത്തിയ പ്രസ്താവനയിൽ പ്രതിഷേധിച്ച് നടി പാർവതി തിരുവോത്ത് AMMAയിൽ നിന്ന് രാജിവെച്ചു. AMMA നിർമ്മിക്കുന്ന പുതിയ ചിത്രത്തിൽ ഭാവന ഉണ്ടാകില്ലെന്ന് ഇടവേള ബാബു ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. പക്ഷേ ഇക്കാര്യം അവതരിപ്പിച്ച രീതി പരക്കെ വിമർശനത്തിന് ഇടയാക്കി. മരിച്ചുപോയ ആളുകൾ തിരിച്ചു വരില്ലല്ലോ എന്ന് പറഞ്ഞാണ് ഇടവേള ബാബു ഭാവനയെ ഒഴിവാക്കുന്നതായി ചൂണ്ടിക്കാട്ടിയത്. ചാനൽ ചർച്ചയിൽ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയ ഇടവേള ബാബുവിനെ പരിഹസിക്കാനും നടി പാർവതി മറന്നില്ല. തന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയാണ് പാർവതി പരിഹാസവുമായി എത്തിയത്. അറപ്പ് തോന്നുന്ന നാണമില്ലാത്ത വിഡ്ഢിയെ കാണൂ എന്ന് പറഞ്ഞാണ് ഇൻസ്റ്റഗ്രാമിൽ പാർവതി സ്റ്റോറി ഇട്ടിരിക്കുന്നത്. ഇതിനു മുൻപ് AMMA നിർമ്മിച്ച 2020 എന്ന ചിത്രത്തിൽ ഒരു മികച്ച വേഷമാണ് ഭാവന കൈകാര്യം ചെയ്തത്. ആ ചിത്രം നിർമ്മിച്ചത് നടൻ ദിലീപായിരുന്നു. ഈ പ്രസ്താവനയിൽ പ്രതിഷേധിച്ചാണ് പാർവതി രാജിവെച്ചിരിക്കുന്നത്. ഇടവേള ബാബു AMMAയിലെ സ്ഥാനം രാജിവെക്കണമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പാർവതി വ്യക്തമാക്കി. സുഹൃത്തുക്കൾ AMMAയിൽ നിന്ന് പിരിഞ്ഞു പോയപ്പോഴും താൻ സംഘടനയിൽ തുടർന്നത് തകർന്നുകൊണ്ടിരിക്കുന്ന സിസ്റ്റത്തിനെ അകത്തു നിന്നുകൊണ്ട് നവീകരിക്കാൻ കഴിയുമെന്ന് കരുതിയാണ്. പക്ഷേ ഇടവേള ബാബുവിൻ്റെ അഭിമുഖം കണ്ടതിന് ശേഷം സംഘടനയിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമെന്ന പ്രതീക്ഷ താൻ ഉപേക്ഷിക്കുകയാണെന്നും പാർവതി ചൂണ്ടിക്കാട്ടി. ഞാൻ AMMAയിൽ നിന്ന് രാജിവെക്കുന്നു. അതോടൊപ്പം ഇടവേള ബാബു രാജിവെക്കണമെന്ന് ശക്തമായി ആവശ്യപ്പെടുന്നു. മനസാക്ഷിയുള്ള എത്ര അംഗങ്ങൾ ഈ ആവശ്യം ഉന്നയിച്ച് മുന്നോട്ട് വരും എന്ന ആകാംക്ഷയോടെ ഞാൻ നോക്കിക്കാണുന്നു. പാർവതി തിരുവോത്ത് ഫേസ്ബുക്കിൽ കുറിച്ചു.